ഞാൻ എന്താ കാണിക്കുന്നത്? വണ്ടി പോകുന്നത് എവിടെയെങ്കിലും പ്രസിഡന്റ്. അമ്മ പ്രസാദേ, നീ ആ പാർട്ട് ഓഫ് എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ഡ്രൈവ് ചെയ്യാൻ. അല്ലാതെ ഓടിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. എന്റെ പൊന്ന് പ്രസിഡന്റ്, ഭാഗ്യം കൊണ്ടാണ് ഓരോരുത്തർ വണ്ടിയുടെ അടിയിൽ പോകാണ്ട് രക്ഷപ്പെട്ടു പോയേക്കുന്നത്. ഈടാ ജീവിതത്തിൽ റിസ്ക് എടുത്തിട്ടുള്ളവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. നീ ഒരു 2 ദിവസം സമയം ഞാൻ ഈ കാറ് പറപ്പിക്കും. എന്റെ പൊന്ന് പ്രസിഡന്റിനൊക്കെ ലൈസൻസ് തന്നവനാ, സമ്മതിക്കണം. ഓ, അല്ലാതെ എന്റെ കൂടെ കയറിയിരുന്നതിന്റെ പ്രശ്നമല്ല നിനക്ക്. അയ്യോ, വണ്ടി എടുക്ക്. ആരെടുക്കും? പ്രസിഡന്റ് എടു. അത് ബ്രേക്ക്. ഒരു വട്ടം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങേറ്റത്തുള്ളത് ക്ലച്ച്, നടുക്കുള്ളത് ബ്രേക്ക്, അങ്ങേറ്റത്ത് ആക്സിലേറ്റർ. ഓക്കെ. ക്ലച്ച് പതുക്കെ ചവിട്ടി ഗിയർ ഇട്ട് പതുക്കെ വണ്ടി എടുക്കണം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് എങ്ങോട്ടാ? ഫസ്റ്റ് മൂന്നാർ. വേണ്ട, കാശ്മീരിലേക്ക് പോവാം. ഒരു പ്രശ്നമില്ല, പോവാം. പൊന്ന് പ്രസിഡന്റ് അടങ്ങിയിരി. ആ പാട്ട് ഓഫ് വണ്ടി ഓട്ടിക്കിട്ട്. ഇനി അതുള്ളതുകൊണ്ട് നിനക്ക് വണ്ടി ഓടിക്കാൻ പറ്റണ്ട. പോവാം. ഈ റോഡ് കാണാൻ പറ്റേ? നീക്ക് വൈ മാമ. മാമന് ഈ ക്യാമറ ആംഗിളെ പറ്റി വലിയ ധാരണയൊന്നുമില്ല, അതുകൊണ്ടാണ്. ക്യാമറ ആംഗിളിനെ കുറിച്ച് നീ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട കേട്ടോ. നീ ടൈമിങ്ങിന് അങ്ങ് എത്തിയാ മതി. ടൈമിംഗ് ഒക്കെ എനിക്ക് അറിയാതൊക്കെ ഞാൻ എത്തുവേ. അപ്പൊ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയേക്കാം. എപ്പോഴാ എത്തേണ്ടത് നീ സിഗ്നൽ കാണിച്ചാൽ മതി, ഞാൻ അപ്പൊ വരും. ഞാൻ എങ്ങനെ കാണിക്കാം? അത് മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇങ്ങോട്ട് ചേർന്നിരി. ഡ്രൈവിംഗ് പഠിക്കണ്ടായോ? അതാണ്ട് ഇതാണ് ഗിയർ. അതിലിങ്ങനെ അങ്ങോട്ടാക്കുന്നത് ഫസ്റ്റ്, ഇങ്ങോട്ടാക്കുന്നത് സെക്കൻഡ്, ഇങ്ങനെ ആക്കി അങ്ങനെ ആക്കുന്നത് തേർഡ്, ഇങ്ങനെ ആക്കുന്നത് വേണമെങ്കിൽ ഇതൊന്ന് സ്റ്റിയറിംഗ് ബാലൻസ് പിടിച്ചു. സ്റ്റിയറിംഗ് ബാലൻസ് എടുത്തോട്ടെ. അത് കഴിഞ്ഞ് എതിരെ വണ്ടി വരികയാണെങ്കിൽ വലത്തോട്ട് ബ്രേക്ക് ഉണ്ടോ? അത് ബ്രേക്ക്. ഇതാണ് ക്ലച്ച്, ഇത് ആക്സിലേറ്റർ. കണ്ടോ? ഇത് ചേച്ചി, ഈ ഡ്രസ് എനിക്ക് നല്ലോണം ചേരുന്നുണ്ടല്ലേ? ഡ്രസ്സൊക്കെ ചേരുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഈ ഡ്രസ്സ് അന്നേരം നന്ദിയെങ്കിലും നീ എന്റെ അടുത്ത് കാണിക്കണേ. അത് ചേച്ചിന്റെ 3-ാം വയസ്സിലിട്ട ഡ്രസ് അല്ലേ ഇത്? അതൊക്കെയാണ്, പക്ഷെ ഞാൻ സൂക്ഷിച്ച് നിനക്ക് തന്നില്ലേ? എടി, ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ പോവാണ്. അത് നീ ഭയങ്കര നാച്ചുറൽ ആയിട്ട് അഭിനയിക്കണം, ചിരിച്ച് വെറുതെ കോളോ. ചേച്ചി നമുക്ക് റിഹേഴ്സൽ പോയാലോ? റിഹേഴ്സൽ നിനക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ചെറിയൊരു ഭയം ഇടിക്കുമ്പോഴേ എല്ലാവർക്കായാലും. ഇല്ല, അത് കുഴപ്പമില്ല. ധൈര്യമായിട്ടിരിക്കും കേട്ടോ, പ്രശ്നമില്ല. നമ്മൾ റിങ് ചെയ്ത് കാണിച്ച് ഞെട്ടിക്കണം. ഉള്ളൊരു വീരസിംഹണി അവാർഡ് ഞാൻ സെറ്റ് ചെയ്യാണ്. ഞാൻ എവിടെ നിൽക്കണം? ഞാൻ പറഞ്ഞുതരാം. നീ ഇവിടുന്ന് പതുക്കെ പോണം. മാമ റെഡിയല്ലേ? അവിടെ നിന്നോണേ. സോറി കേട്ടോ, അറിഞ്ഞില്ല. അച്ഛൻ പിടിച്ച് സഹായിക്കണമെന്നില്ല. മകളെ, ഒരു പെരുമഴ വരാനുള്ളിടത്ത് ഒരു ചാറ്റ മഴ വന്നെന്ന് വിചാരിച്ചോ? അത്രേ ഉള്ളൂ. ഇങ്ങനെ ഇടിച്ചുകുത്തി പെയ്യുന്ന നിങ്ങൾ ചാറ്റ മഴ എന്നാ പറയുന്നത്? മോളുടെ സമയം ഇപ്പൊ ശരിയല്ല. അല്ലെങ്കിൽ പിന്നെ നടുറോട്ടിൽ ചെന്ന് ഇങ്ങനെ നിൽക്കാൻ ആർക്കെങ്കിലും തോന്നുമോ? അച്ഛാ, ജീവനോടെ തിരിച്ചു കിട്ടിയത് എന്നെ ഭാഗ്യം. തക്ക സമയത്ത് കാത്തു വന്ന് കൃത്രിമശ്വാസം കൊടുത്തോണ്ട് ഇപ്പൊ ഇവൾ ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നു. സത്യം പറഞ്ഞാലേ കാർത്തുവിനോടാണ് നമ്മൾ നന്ദി പറയേണ്ടത്. അവളിവിടെ കാർത്തുവിടെ? ശരിയാണ്, കാത്തു എനിക്ക് അറിഞ്ഞൂടാ.
നമുക്ക് കാർ എടുത്തോണ്ട് വന്നാൽ മതിയായിരുന്നു. നിങ്ങൾ ഇതിനെ കാറിനേരം മിണ്ടരുത്. നിങ്ങൾ അതിലെന്താ തൊട്ട് കഴിഞ്ഞാൽ സ്വഭാവം മാറും പ്രസിഡന്റ്. അപ്പൊ പിന്നെ എങ്ങനെ ഞാൻ കാർ ഓടിക്കും? നിങ്ങൾ ഓടിക്കണ്ട. നിങ്ങൾക്ക് ഓടിക്കണ നിങ്ങൾ ആരെങ്കിലും വിളിച്ച് കൂടരുത്. എനിക്കങ്ങ് പറ്റില്ല. സെക്രട്ടറി ആണ്. എനിക്കെന്റെ ജീവന വരുന്ന ആരും എന്തോ അച്ഛവാ ഒറ്റയ്ക്ക് പോലെ എന്നെ നീ പിടിക്കാം എന്റെ അയിനെ പോയി ഇത് സൂക്ഷിച്ചു വാ. ബാ 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 ഞങ്ങളാ അയ്യോ പിരിവാണെന്ന് തിരിച്ചു വെളിയിറങ്ങി ഇരിക്കട്ടെ കേട്ടാ. അയ്യോ ഈ കൊച്ചി പിരിവായ അമ്മാതിരി ഇടിയല്ലേ മനുഷ്യ നിങ്ങൾ ഇടിച്ചത്. കാത്തു കാത്തു മിടുക്കി. നമസ്കാരം. നമസ്കാരം. കൃത്യസമയത്ത് കാർ തിളവിട്ടുകൊണ്ട് പിങ്കിയുടെ ജീവൻ തിരിച്ചു കിട്ടി. യഥാർത്ഥ വീരസിംഹിണി അവാർഡ് ഇവക്കാണ്. ഇവള് കാരണം ഞങ്ങളുടെ പ്രസിഡന്റിന്റെ ജീവിതം ഈ കൊച്ചിന് ജീവനും തിരിച്ചു കിട്ടി. അതെങ്ങനെ? ഇല്ലെങ്കിൽ മനഃപൂർവ്വം അല്ലാത്ത നരഹത്യക്ക് നിങ്ങൾ അകത്ത് പോയിന മനുഷ്യ. പിന്നെ ഒന്നുമില്ല. അപ്പൊ വാർഷികത്തിന് എല്ലാരും വരണം കേട്ടാ. നമ്മളെ ക്ലബില്ലേ കുടുംബത്തോടെ ഞങ്ങളിങ്ങി വരും. ഞങ്ങളിങ്ങി വരാം. പിരിവേ. ശരി അപ്പൊ കാർത്തൂക്കി നാലായി ഞാൻ കോറം കൊണ്ട് പുറസ്ഥലത്തെ കൊണ്ടുപോലോ കേട്ടല്ലോ. ഓ ശരി പോട്ടാ. കാർത്തൂക്കി ജയ് കാർത്തൂക്കി ജയ് കാർത്തൂക്കി ജയ് കാർത്തൂക്കി ജയ് കാർത്തൂക്കി ജയ് നമ്മളെ കൊച്ചു കാർത്തൂക്കി കാത്തുവിന് വീരസിംഗ അവാർഡ് കിട്ടി. ഇവിടെയും കിട്ടി. 8ന്റെ പണി അവൾ കൈ വേനിക്കുന്നു. വേദിക്കിട്ട് ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.